നമസ്കാരം. തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ ഡൽഹിയിൽ നിന്നും എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി നാട്ടിൽ നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വളരെ കോൺട്രവേഴ്സ്യലായ ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ SIR നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പുതുതായി വന്നിരിക്കുന്നത് ബംഗാളിലെ ലിസ്റ്റിൽ നിന്നും അമർത്യ സെന്നിനെ, കാരണം നോബൽ പ്രൈസ് ലഭിച്ച എക്കണോമിസ്റ്റായ അമർത്യ സെന്നിനെ ലോകം മുഴുവൻ അറിയുന്ന ബംഗാളിയായ ശാന്തിനികേതനിൽ വീടുള്ള അദ്ദേഹത്തിനെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കാൻ ഒരു ശ്രമം നടക്കുന്നു. അല്ലെങ്കിൽ അദ്ദേഹം മിക്കവാറും ഇന്ത്യയിൽ ഉണ്ടാകത്തില്ല, വിദേശത്തൊക്കെയാണ്. പക്ഷേ ശാന്തിനികേതനിൽ ഒരു വീടും അവിടെ വോട്ടേഴ്സ് ലിസ്റ്റിലുമുണ്ട്. അതിൽ നിന്നും നീക്കം ചെയ്യാൻ ഉള്ള ഒരു ശ്രമം നടത്തിക്കുന്നു. അതിന് ഒന്ന് വളരെ കൃത്യമാണ്. അദ്ദേഹം ഇന്നത്തെ BJP സർക്കാരിന്റെ എക്കണോമിക് പോളിസികളെ വിമർശിക്കുന്ന ഒരാളും കൂടിയാണ്. സർ, ഇത് എന്താണ് കാണിക്കുന്നത്? രാഷ്ട്രീയ വിമർശകരെ അല്ലെങ്കിൽ അതുപോലുള്ള അമർത്യ സെന്നെ പോലുള്ളവരെ പോലും മാറ്റി നിർത്താൻ ഉള്ളൊരു ഉപാധിയാണോ SIR? ഇത് ഞാൻ പറയുന്നത് ഫാസിസത്തിന്റെ ഏറ്റവും വഷളൻ മുഖം അതാണ് ഞാൻ പറയുന്നത്. അതിന്റെ നിലവാരക്കുറവ്, അതിന്റെ ആത്മവിശ്വാസക്കുറവ്. കാരണം ഇന്ത്യയുടെ ഒരു പ്രതിച്ഛായയെ RSSനെ ഒരുപക്ഷെ അമർത്യ സെന്നെ സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ ശത്രുവായി കാണാം. കാരണം അദ്ദേഹം RSS വിരുദ്ധനാണ്. അദ്ദേഹം ഏകാധിപത്യങ്ങൾക്ക് വിരുദ്ധ നിലപാടെടുക്കുന്ന ഒരു ലിബറലാണ്, ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് ലിബറൽ. അതായത് മധ്യ ഇടതുപക്ഷ രാഷ്ട്രീയം കൊണ്ട് മുന്നോട്ട് വയ്ക്കുന്ന ജനാധിപത്യ രാഷ്ട്രീയം മുന്നോട്ട് വെച്ച് ഒരു സമത്വത്തിന്റെയും ഒരു വികസനത്തിന്റെയും ഒക്കെയുള്ള ഒരു ലിബറൽ ഇടതുപക്ഷം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ലിബറൽ മധ്യപക്ഷം എന്ന് പറയാം. അത്തരത്തിൽ ഉള്ള ഒരു ലോക പ്രശസ്തനായ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഒരു ഭാരത് രത്ന നേടിയ, നോബൽ പ്രൈസ് നേടിയ ഒരു വ്യക്തിയെ RSSന്റെ ശത്രുവാകുന്നതിൽ യാതൊരു അസ്വാഭാവികവും ഇല്ല. രണ്ടുപേരുടെയും നിലവാരങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ആലോചിച്ച് നോക്കൂ. RSSന്റെ ഏറ്റവും പ്രമുഖനായ അവരുടെ ഗുരു, അവരുടെ ഏറ്റവും ഉയർന്ന ഗോൾവാക്കർ അല്ലെങ്കിൽ ഹെഡേഗ്ബാറും അല്ലെങ്കിൽ മോഹൻ ഭഗവത്തും എവിടെ, അമർത്യ സെൻ എവിടെ? അവരുടെ ലോകവീക്ഷണം, അവരുടെ ഫിലോസഫി, അവരുടെ മെത്തഡോളജി, അവരുടെ നാഗരികത, അവരുടെ അറിവ്, ഇതെന്തെടുത്ത് നോക്കിയാലും വളരെ വളരെ ദയനീയമായൊരു ബൗദ്ധിക നിലവാരമാണ് RSSനും BJPക്കും ഉള്ളത്. അത് തന്നെയാണ് മോഡി സർക്കാരിനും ഉള്ളത്. അത്തരത്തിലുള്ള ഒരു സ്വാഭാവികമായ ശത്രുവിനെ ഇത് ആദ്യത്തെ അല്ല ചെറിയാൻ. ഇദ്ദേഹത്തിന്റെ ചെറിയ അദ്ദേഹത്തിന്റെ ശാന്തിനികേതനിലെ വീട്ടിൽ നിന്ന് കുടിയൊഴിപ്പിക്കാനായി ശ്രമിച്ചു. വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയെ RSS തലവൻ ആക്കി കൊണ്ടുവന്ന് ഒഴിച്ചു. എന്തിന്? അദ്ദേഹം തന്നെ തുടക്കമിട്ട നളന്ദ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ വൈസ് ചാൻസലർ സ്ഥാനത്ത് നിന്ന് ആട്ടിയോടിച്ചു. അപ്പോഴൊക്കെ മലയാളിയും ഉണ്ടാതിരുന്നു. മലയാളിയുടെ ഏറ്റവും വലിയ അടുത്ത സുഹൃത്താണ് അമർത്യ സെൻ. ഐസക്കിന്റെയും മൈക്കൽ തരകിന്റെയും കണ്ണന്റെയും എന്തിനു പറയുന്നു, കേരളത്തിലെ CPMന്റെ വളരെ കണ്ണിലുണ്ണിയാണ് അമർത്യ സെൻ, അല്ലെ? അദ്ദേഹം ഇടതുപക്ഷവും ഓർത്തഡോക്സ് മാർക്സിസ്റ്റ് ഒന്നും അല്ലെങ്കിലും കേരളത്തിന്റെ വികസന മാതൃക ലോകത്ത് പറഞ്ഞുകൊടുത്തയാളാണ് അമർത്യ സെൻ. അദ്ദേഹത്തെ നളന്ദയിൽ നിന്നും പുറത്താക്കി എന്തെല്ലാം വിധത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ദ്രോഹിക്കാൻ കഴിയുമോ അതെല്ലാം ശ്രമിച്ചു. അദ്ദേഹം മൻമോഹൻ സിംഗിന്റെ അടുത്ത സുഹൃത്തായിരുന്നു. ഇതെല്ലാം അറിയാവുന്നതുകൊണ്ട് ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ആശയമായിരുന്നു നളന്ദ യൂണിവേഴ്സിറ്റി. അതിന്റെ പരികൽപ്പന മുതൽ അദ്ദേഹത്തിനായിരുന്നു. ഇങ്ങനെ ഓരോ ഘട്ടത്തിലും ഇന്ത്യയുടെ പ്രതീകമാകേണ്ട, ഇന്ത്യയുടെ പ്രതിച്ഛായയാക്കേണ്ട, ഇന്ത്യയുടെ സംസ്കാരത്തിന്റെയും അതിന്റെ ഭൂതകാലത്തിന്റെയും ഏറ്റവും നല്ല പ്രതിനിധിയാക്കേണ്ട ബുദ്ധനെയും അശോകനെയും എങ്ങനെ ആധുനിക ജനാധിപത്യവാദികളായി എന്ന് ലോകത്തോട് അവതരിപ്പിച്ച ഇദ്ദേഹത്തെ ഇങ്ങനെ ജ്ഞാനേഷ് കുമാർ, അദ്ദേഹമില്ലേ ഇലക്ഷൻ കമ്മീഷണർ, അദ്ദേഹം ഇപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം അത് തിരുത്തി അതിവേഗം വളരെ ദുർബലമായി, ഇല്ല ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല, ഞങ്ങളുടെ മെഷീൻ കാണിച്ചതാണ്, അമ്മയ്ക്ക് 88 വയസ്സിൽ മരിച്ചു, ഇപ്പോഴും അമർത്യ സെന്നിന് 92 ഉണ്ട്, അപ്പൊ മെഷീൻ കണക്കാക്കി എന്നതിന്റെ കൂട്ടത്തിൽ അയച്ചതാണ് എന്ന് ദുർബലമായ ഒരു പ്രതിരോധവുമായി ഇലക്ഷൻ കമ്മീഷൻ ഇറങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ സംസാരം തുടങ്ങുന്നതിനിടയ്ക്ക് എന്തൊരു നാണക്കേടാണ്. പ്രൊഫസർ അമർത്യ സെൻ എന്ന് പോലും വിളിക്കാൻ കഴിയാതെ, ഡോക്ടർ അമർത്യ സെൻ എന്ന് പറയാതെ ശ്രീ അമർത്യ സെൻ, വേറൊരു
ഒരു വോട്ടറായി കിട്ടാൻ ഇന്ത്യയിലെ ലോകത്തിലെ നിരവധി രാഷ്ട്രങ്ങൾ, ഒരു പൗരനാണെന്ന് അംഗീകരിക്കാൻ നിരവധി ആളുകൾ കാത്തിരിക്കുന്ന അമർത്യ സെന്നെ ഇതുപോലെ അപമാനിക്കുകയാണെങ്കിൽ ഇവർ എന്ത് വിശ്വഗുരുവാണ്?